ശ്രീ റഹീം, ഇവിടെ ഒരു സാധാരണ നിയമ പ്രശ്നം, അതിലൊരു വ്യക്തത നേടാം എന്ന സുപ്രീം കോടതിയുടെ തീരുമാനം, ഇങ്ങനെയാണോ നിങ്ങൾ ഈ റഫാലിലെ ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവിനെ കാണുന്നത്? ഒരിക്കലുമല്ല. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ മോദിയുടെ അഴിമതി സർക്കാരും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തെ പോലും വളരെ പുച്ഛമായി കണ്ടുകൊണ്ടിരുന്ന സംഘപരിവാർ മോദി നേതൃത്വം ഇപ്പോഴിതാ വല്ലാതെ എക്സ്പോസ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഉന്നയിക്കാൻ നോക്കുന്നത്. ഒന്ന്, അപ്പോഴും ഇപ്പോഴും ശ്രീ JR പത്മകുമാറും BJPയും പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഔദ്യോഗിക രഹസ്യ നിയമത്തിൻ്റെ ഭാഗമായി ഇത് ഈ വാർത്ത കൊടുത്ത പത്രവും ഹിന്ദു ദിനപത്രവും ആ മാധ്യമപ്രവർത്തന രീതിയുമാണ് അവർ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇന്ന് ശ്രീ KM ജോസഫിൻ്റെ വളരെ കൃത്യമായൊരു വിധി ഇന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം അത് പറയുന്നത് ചീഫ് ജസ്റ്റിസ് എഴുതിയ ഭാഗമാണ് ഞാൻ പറയുന്നത്. രേഖകൾ പ്രസിദ്ധീകരിച്ചത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം എന്നാണ് ഇന്ന് പറഞ്ഞത് കോടതി. ഹിന്ദു ദിനപത്രത്തിൽ പുറത്തു വന്ന രേഖകൾ സർക്കാർ ചോദ്യം ചെയ്തിട്ടില്ല. ഇത്തരം പ്രസിദ്ധീകരണം വിലക്കുന്ന ഒരു നിയമവും കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുമില്ല. മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച കോടതി വിധികൾ ഓർമ്മിപ്പിക്കുന്നതാണ് രേഖകൾ പ്രസിദ്ധീകരിച്ച നടപടി. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന JR പത്മകുമാറിനുള്ള മറുപടിയാണ്, എൻ്റേതല്ല, ചീഫ് ജസ്റ്റിസിൻ്റെ വകയായി വന്നതാണ്. പെൻഡഗൺ പേപ്പറുകൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കാൻ വിസമ്മതിച്ച US സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് ചീഫ് ജസ്റ്റിസിൻ്റെ വിധി പറഞ്ഞു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? BJP എപ്പോഴും അങ്ങനെയാണ്. കട്ടവരല്ല അവരുടെ മുമ്പിൽ കുഴപ്പക്കാർ, കള്ളന്മാരല്ല കുഴപ്പക്കാർ. ആ കള്ളത്തരം മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്താൽ അതാണ് കുഴപ്പം. ഇപ്പോൾ BV രാജേഷ് എന്ന് പറയുന്ന BJP നേതാവിനെതിരാണ് നടപടിയെടുത്തത്. ഇവർ നടത്തിയൊരു വലിയ അഴിമതി, കേന്ദ്രത്തിലിരിക്കുന്ന ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു അഴിമതി. ഇവിടെ മെഡിക്കൽ കോഴ, ആ മെഡിക്കൽ കോളേജിന് അംഗീകാരം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു കോടികൾ കോഴ വാങ്ങിയ ആ കോഴ വാങ്ങിയവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. അത് പത്രങ്ങളിൽ ചോർത്തിക്കൊടുത്തതൊക്കെ തെറ്റിൻ്റെയാണ്, ഞാനത് പറയുന്നില്ല. പക്ഷേ ആ ചോർത്തിക്കൊടുത്ത ആളിനാണ് നടപടി. ഇത് പൊതുവിലാണ്. ഇപ്പോൾ പറയുന്നത് കട്ടുകൊണ്ട് പോയ ഈ റഫേലിൽ കോടികൾ, ബൊഫോഴ്സിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ള നടത്തിയ മോദി കുറ്റക്കാരനല്ല, പക്ഷേ മോദിക്കെതിരെ വാർത്ത കൊടുത്ത ഹിന്ദു ദിനപത്രമാണ് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തത്. ഇത് BJPയുടെ ഒരു മിനിമം സ്കെയിൽ ഇതാണ്. അവരിങ്ങനെയാണ് അളക്കാറുള്ളത്. ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല. ഇവിടെ റഫേൽ, നിങ്ങൾ അഴിമതിക്കെതിരെ നിങ്ങളിതെങ്ങനെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്? രണ്ടാം UPAയുടെ കാലത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ചരിത്രത്തിലെ ഏറ്റവും കിരാതമായ അഴിമതി, ആ അഴിമതികൾക്കെതിരെ ജനങ്ങൾ വിധിയെഴുതിയപ്പോഴാണ്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വിധിയെഴുതിയതല്ല, ആ അഴിമതി സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾ വിധിയെഴുതിയപ്പോഴാണ് നിങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടത്. പക്ഷേ നിങ്ങളോ, എത്ര അഴിമതികളാണ് നിങ്ങളിലൊക്കെ. ഇന്ത്യയിലൊരു പ്രധാനമന്ത്രിക്കും ഇതുപോലൊരു ദുര്യോഗം വന്നിട്ടില്ല. ആൽഫബറ്റിക് ഓർഡറിൽ A മുതൽ Z വരെ മോദിയുടെ കാലത്ത് നടന്ന അഴിമതികളെക്കുറിച്ചൊരു വെബ്സൈറ്റ് തന്നെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നും ആൽഫബറ്റിക് ക്രമത്തിൽ, അക്ഷരമാലാ ക്രമത്തിൽ ആളുകൾക്ക് മോദി നടത്തിയ അഴിമതി, മോദിയുടെ കാലത്തിലെ അഴിമതി തിരയാൻ കഴിയുന്ന കാലം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ നിങ്ങൾ കൊള്ളയടിച്ചില്ലേ? വിമാനത്താവളങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ കൊടുത്തില്ലേ? നോട്ട് നിരോധനം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അഴിമതിയല്ലേ? ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ റഫേലൊക്കെ നടത്തിയ ഡീൽ, ഇപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ? നരേന്ദ്രമോദി ഇന്ത്യയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? നരേന്ദ്രമോദി പാർലമെൻറ്റിൽ എത്ര ദിവസമാണ് വന്നിട്ടുള്ളത്? അദ്ദേഹം ലോകം ചുറ്റുകയായിരുന്നു. ലോകം ചുറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിനോടൊപ്പം വലിയ ബിസിനസ് പ്രതിഭകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന വൻകിട കോർപ്പറേറ്റുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് അവരുടെ ഇടനിലക്കാരനെ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധപതിച്ചു. അവർക്ക് വേണ്ടി ഡീലുകൾ ഉറപ്പിച്ചു. അവർക്കാവശ്യമായ ലോണുകൾ, ആ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനാവശ്യമായ വായ്പ ഇന്ത്യയുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് വായ്പയായി കൊടുത്തു. ഇതിനെല്ലാമുള്ള ഒരു മീഡിയേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പവർ ബാർഗൈനറായി ഇദ്ദേഹം നിൽക്കായിരുന്നില്ലേ? അതായിരുന്നില്ലേ മോദിയുടെ റോള്?